നൽകിയത്. തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചി വ്യാജ മദ്യ ദുരന്തത്തിൽ മുഖ്യപ്രതി അറസ്റ്റിലായിരിക്കുന്നു. കടലൂരിൽ നിന്നാണ് മുഖ്യപ്രതിയായ ചിന്നദുരയെ അറസ്റ്റ് ചെയ്തത്. വ്യാജ മദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 47ആയി. സജയകുമാർ ചേരുന്നു വിവരങ്ങളുമായി. സജയൻ, ഇപ്പോൾ മുഖ്യപ്രതി അറസ്റ്റിലായിരിക്കുന്നു. ഇയാൾ എവിടെ നിന്നാണ് അറസ്റ്റിലായത്? ഒപ്പം ഈ മരിച്ചവരുടെ എണ്ണവും കൂടിയിട്ടുണ്ടല്ലോ. അശ്വതി, തീർച്ചയായും നാടിനെ നടുക്കിയ തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചി കരുണാപുരത്തെ വ്യാജമദ്യ ദുരന്തം ഇപ്പോൾ മരണസംഖ്യ 47ആയി ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കൽവരായ മലയോര മേഖലകളിൽ മെത്തനോൾ അധികം കലർന്ന വ്യാജച്ചാരായം നിർമ്മിച്ച് ഗ്രാമങ്ങളിൽ കൊണ്ടുചെന്ന് വിൽക്കുന്ന പ്രധാന മുഖ്യകണ്ണിയായ ചിന്നതുരൈ, ഇയാൾ ഈ സംഭവത്തെ തുടർന്ന് ഒളിവിലായിരുന്നു. അയാളെ കടലൂരിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. ഒപ്പം അയാളോടൊപ്പം കണ്ണുകുട്ടി ദാമോദരൻ വിജയ എന്ന ഒരു സ്ത്രീയെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ കള്ളക്കുറിച്ചിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഗോവിന്ദരാജ്, ജീവ, ധനശേഖരൻ എന്നീ 3 പേരെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രധാന പ്രതി അറസ്റ്റിലായത്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ 5 പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ 50 പേരടങ്ങുന്ന പോലീസ് സംഘം കൽവരായ മലയോര മേഖലകളിൽ വ്യാജച്ചാരായം നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ റെയ്ഡ് ആരംഭിച്ചിട്ടുണ്ട്. മെത്തനോൾ കലർന്ന വ്യാജച്ചാരായം ഇവിടെ നിന്നാണ് ഗ്രാമങ്ങളിൽ എത്തിക്കുന്നത് എന്നാണ് പോലീസിന് കിട്ടിയ വിവരം. നേരത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ഇന്നലെ കൂടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ഗോകുൽദാസിനെ അന്വേഷണ കമ്മീഷനായി നിയമിച്ചിട്ടുണ്ട്. 3 മാസത്തിനുള്ളിൽ അന്വേഷണം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. അതിൽ പറഞ്ഞിരിക്കുന്നത് മെത്തനോളിന്റെ ഉറവിടം എവിടെ നിന്നാണ് തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ വ്യാജച്ചാരായം നിർമ്മിക്കാനുള്ള മെത്തനോൾ എത്തുന്നത്, ഇത് കണ്ടുപിടിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ മരണകാരണം ഇത്രയും സംഖ്യ ഉയരാൻ കാരണം വ്യാജച്ചാരായത്തിൽ അധിക അളവ് മെത്തനോൾ കലർന്നത് കൊണ്ടാണ് ഇത്രയധികം മരണസംഖ്യ ഉയരാൻ കാരണമെന്നും അന്വേഷണത്തിൽ കണ്ടറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ 10 പ്രത്യേക സംഘ പോലീസിനെ നിയമിച്ചിട്ടുണ്ട്. സംസ്ഥാനമൊട്ടാകെ വ്യാജച്ചാരായം നിർമ്മിക്കുന്ന ലോബികളെ കണ്ടെത്താനുള്ള ഒരു നീക്കവും തമിഴ്നാട് സർക്കാരിന്റെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ 5 പ്രത്യേക സംഘം അടങ്ങുന്ന CBCID അന്വേഷണം ആരംഭിച്ച് ഇപ്പോൾ പ്രതികളെ പല ഭാഗങ്ങളിൽ നിന്നും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ തീവ്രമായി നടന്നു വരികയാണ്. സജയൻ, ഒരു കാര്യം കൂടി, നിരവധി പേർ ചികിത്സയിലുണ്ടായിരുന്നല്ലോ, അവരുടെയൊക്കെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? തീർച്ചയായും 100-ലധികം പേരാണ് വിവിധ പോണ്ടിച്ചേരി അതുപോലെ പല വിവിധ ആശുപത്രികളിൽ ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നത്. വളരെ 5-ലധികം പേർ അതിൽ ഗുരുതരാവസ്ഥയിലാണെങ്കിലും പലരും ഇപ്പോൾ റിക്കവറിയായി വരുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ഈ ചികിത്സയിൽ കഴിയുന്നവർക്ക് ധനസഹായമായി 50,000 രൂപ വീതം സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ മരിച്ച 23 പേരെ കരുണാപുരത്ത് ഒരേ സ്ഥലത്ത് സംസ്കരിച്ച ഒരു ദുഃഖകരമായ ഒരു രംഗം തമിഴ് ജനതയ്ക്ക് കാണാൻ ഇടയായത് വളരെ ദുഃഖകരമായ ഒരു സംഭവമായിരുന്നു. ഇന്ന് ബാക്കി ഉള്ളവരുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് നീങ്ങിയിരിക്കുകയാണ്. ശരി, ഞങ്ങളുടെ പ്രതിനിധി സജയനാണ് വിവരങ്ങൾ നൽകിയത്. മരണസംഖ്യ ഉയരുകയാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ മുഖ്യപ്രതി പിടിയിലായിരിക്കുന്നു, ചിന്നദുരൈ പിടിയിലായിരിക്കുന്നു.